അഫ്സൽ എയർപോർട്ടിൽ പോയി ജാസ്മിൻ്റെ പേരൻസിനെ സെൻഡ് ഓഫ് ചെയ്തോ? അഫ്സൽ എയർപോർട്ടിൽ അവരെ കൊണ്ടുവിട്ടോ? ഇത് രണ്ടും നമുക്കറിയില്ല. പക്ഷേ അഫ്സൽ എയർപോർട്ടിൽ പോയി എന്ന് അഫ്സൽ തന്നെ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊരാളെ വേണ്ട, ഒരാളുമായിട്ടുള്ള അതുപോലെ ഇതുപോലുള്ള റിലേഷൻഷിപ്പ്, ഐ മീൻ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കഴിഞ്ഞ പിന്നെ ആ ഒരു സൈഡിലോട്ട് നമ്മളാരും തിരിഞ്ഞ് നോക്കാറില്ല. മേ ബി ആഫ്റ്റർ ഡൈവോഴ്സ് ഫ്രണ്ട്സായി പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എയർപോർട്ട് വരെ പോയി വിടണ്ടായിരുന്നു. ജാസ്മിൻ്റെ പേരൻസ് ജാസ്മിനെ കാണാൻ വേണ്ടിയാണ് എയർപോർട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അല്ലാതെ വേറെ എവിടെയും പോകുന്നതോ തീർത്ഥയാത്രയ്ക്കോ ഒന്നും പോകുന്നതൊക്കെയാണെങ്കിൽ ഓക്കെ പോയി വിടാം. ഇത് എസ്പെഷ്യലി ജാസ്മിനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എയർപോർട്ടിൽ പോകുമ്പോൾ സ്വമേധയാ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണ് ഇത്ര കോൺട്രവേഴ്സി വന്നത്. അഫ്സലിന് ജാസ്മിൻ വേണോ വേണ്ടയോ എന്നുള്ളത് അഫ്സലിൻ്റെ തീരുമാനമാണ്. ജാസ്മിൻ ചെയ്തതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ള വിശകലനം ചെയ്തെടുക്കേണ്ടത് ജാസ്മിൻ്റെയും അഫ്സലിൻ്റെയും മാത്രം പ്രോബ്ലമാണ്. നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അഫ്സൽ ഇന്നലെ അത്രയും 2 പേജ് പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് അഫ്സൽ ക്ലിയർ ചെയ്യേണ്ടത് ജാസ്മിൻ്റെ ഫാദറിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്തെന്തെങ്കിലും വാട്സപ്പ് വോയിസ് ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് അഫ്സൽ ക്ലിയർ ചെയ്യുന്ന പ്രേക്ഷകരോട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അഫ്സൽ കാണിച്ചതിൻ്റെയും ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞതിൻ്റെയും ബേസിലാണ് പ്രേക്ഷകർ ബിഹേവ് ചെയ്യുന്നത്. പ്രേക്ഷകരായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നുമല്ലല്ലോ. അപ്പോൾ മോർ ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ അഫ്സൽ ജാസ്മിൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ച് എന്തെങ്കിലും ഒരു വോയിസ് നോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആകും. അല്ലാതെ ആർക്കും തന്നെ ക്ലിയർ ആവത്തില്ല. ജാസ്മിൻ്റെ അച്ഛൻ പറയണം എന്തുകൊണ്ട് ബിബി ഹൗസിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, അഫ്സലാണ് കൊണ്ടുവിട്ടത്, അഫ്സൽ കൊടുത്തുവിട്ട അതാണിത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഴയ ബൊമ്മയാണെങ്കിൽ തന്നെ അത് ഇപ്പോൾ കൊടുത്തുവിട്ടു എന്നേ ജാസ്മിൻ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോൾ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്നതായിരിക്കും എന്ന് ജാസ്മിൻ അറിയത്തുള്ളൂ. അത് ഓൾറെഡി ബിബി ഹൗസിൻ്റെ ക്രൂവിൻ്റെ കയ്യിലുണ്ടെന്നൊന്നും അകത്തിരിക്കുന്ന ജാസ്മിനി പുറത്ത് നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. നമ്മൾ 2 വശവും അറിയുന്നുണ്ട്. അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും അറിയുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. ഇത് ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ അഫ്സൽ ജാസ്മിൻ്റെ ഫാദറിനോട് സംസാരിച്ച് എന്തെങ്കിലും വോയിസ് ക്ലിപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആകും. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഇരുന്ന് കാണത്തുള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല.